ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആദ്യം ഹാപ്പി ഓണം. എല്ലാവരും ഓണമായി സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ രാവിലെ അരിയൊക്കെ അടിച്ചു പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെത്തോലി മീനാണ് കേട്ടോ ഇന്ന് കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യണതൊക്കെ നെത്തോലി മീനാണ്. അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഒരു 2 പുളിച്ചിക്ക, ഇരുമ്പമ്പുളി ഇതെല്ലാം കൂടി അരിഞ്ഞ് പറക്കിയിടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ അരിയൊക്കെ വാർത്ത് ഒന്ന് മൊരിയാൻ വേണ്ടി അടുപ്പിൽ വച്ച് കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഓണ വിഭവങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയോ? അച്ചാറുകളെല്ലാം വച്ചോ? എല്ലാവരും സുഖമായിരിക്കണുണ്ടോ? എല്ലായിടവും മഴയാണ്. വീണ്ടും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ മീനുകൾ കൊണ്ട് ഞാൻ അങ്ങ് അകത്തെ അടുക്കളയിലോട്ട് പോവുകയാണ്. എനിക്ക് തൊണ്ടയിൽ ചെറിയ കിറ്റുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ശബ്ദ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, ഞാൻ ക്ഷമിക്കുക. അങ്ങനെ ഞാനിതാ എല്ലാ സാധനങ്ങളും കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അരി അവിടെ റെഡിയായി കഴിഞ്ഞു, ചോറ് അവിടെ റെഡിയായി കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്രീൻ ടീ ഇടണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രീൻ ടീ ഇടാൻ പോകുന്നു. പിന്നെ കാപ്പി കുടിക്കാനുള്ള സമയമായി. അങ്ങനെ ദോശയും കിഴങ്ങ് കറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും, ഓട്ടമായിരിക്കും, ഓണപ്പാച്ചിലായിരിക്കും എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓണപ്പാച്ചിൽ, തൂക്കൽ, വാരൽ, തുടയ്ക്കൊക്കെ ഇല്ലേ, നമ്മളെന്നും തൂക്കുകയും വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഓണമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഉത്സാഹമാണില്ലേ. നമ്മൾ ഈ തൂത്തടം തന്നെ ഒന്നുകൂടി തൂക്കുക, വാരുക, പറക്കുക, ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുക, അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഈ അടുക്കള പണികളൊക്കെ അതിഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നാരങ്ങയും മാങ്ങയും ഇഞ്ചിയൊക്കെ അച്ചാർ വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്നത്തെ വിഭവം കണ്ടെന്ന് നെത്തോലി മീൻ, ഇത് നമ്മളെ അമരപ്പയർ തോരനാണ്. പിന്നെ പാലടുപ്പിട്ട് കുറച്ച് നമ്മളെ ഇതുണ്ടല്ല, എന്തോന്ന് അരിയും പയറെടുത്ത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ അമരപ്പയറിൻ്റെ കൂടെ തട്ടി തോരൻ വയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ കിഴങ്ങേറി ദോശയും കഴിക്കുകയാണ്. ഒരാൾ ഇവിടെ തകർത്ത ടാറ്റ പറച്ചിലാണ്, ബഹളം കാണിക്കൊക്കെയാണ്. അങ്ങനെ ഞാനത് കിഴങ്ങ് കറിയും ദോശയും ഗ്രീൻ ടീയുമായി പോവുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിതെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസമാണ് വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞാനിത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ വേറെ എന്തോ എടുക്കാൻ വേണ്ടി വരെയാണ്. ഇടയിൽ മറ്റേ ആളെന്നെ ഇടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അമരപ്പയറും, അതായത് അമരയ്ക്കയും ചെറിയ ഉള്ളിയും നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച പെരുമ്പയറുമായിട്ട് തോരൻ വെച്ചു. നെത്തോലി മീൻ അടുപ്പിൽ വെച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് രസമുണ്ട്, അതുകൊണ്ട് ഇന്ന് രസം വയ്ക്കുന്നില്ല. നാരങ്ങ മാങ്ങ ഇഞ്ചിയൊക്കെ ഉണ്ടെന്നിട്ട് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാർ പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓണത്തിനുള്ള നാരങ്ങ അച്ചാറാണ്. അതിലേക്ക് വേണ്ടി നല്ലെണ്ണ ഒഴിച്ചു, നമ്മൾ വറ്റൽ മുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ ഇഞ്ചി ഇട്ടു, ഒന്ന് വടിയുമ്പോഴേക്കും വെളുത്തുള്ളി ഇട്ടു. ഇനി നമുക്കിതിൽ ആവശ്യത്തിലുള്ള മുളക് പൊടി, മഞ്ഞൾ, പിന്നെ നമ്മളെ ഉലുവ, കുറച്ച് ഞാൻ ഒരു 1/2 സ്പൂണ് നമ്മളെ മല്ലിപ്പൊടി ഇടും കേട്ടോ. അത് കഴിഞ്ഞ് തലേ ദിവസം തന്നെ നാരങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചതുകൊണ്ട് സൂപ്പർ ടേസ്റ്റി നാരങ്ങ അച്ചാറിടി. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.